പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം എൽനിനോ ചതിച്ചതോടെ സംസ്ഥാനത്ത് 28% മഴയുടെ കുറവുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് പ്രവചനം. മാത്രമല്ല, ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം എൽനിനോ ചതിച്ചതോടെ സംസ്ഥാനത്ത് 28% മഴയുടെ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ജൂൺ ആദ്യവാരം കഴിയുമ്പോഴേക്കും ലഭിച്ച ശക്തമായ മഴ 2 ആഴ്ച പിന്നിട്ടപ്പോഴേക്കും അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ജൂൺ 4 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളക്കരയിൽ എത്തിയെങ്കിലും 2 ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വേനലിന് സമാനമായ കടുത്ത ചൂടിലേക്ക് കാലാവസ്ഥ മാറി. അതിനാൽ തന്നെ ശരാശരി ലഭിക്കേണ്ട മഴയിൽ നിന്നും വൻ ഇടിവാണ് ഇക്കൊല്ലം രേഖപ്പെടുത്തിയത്. സാധാരണയായി ഈ സമയത്ത് ഇന്ത്യയുടെ മധ്യ പടിഞ്ഞാറൻ പെനിൻസുലാർ ഭാഗങ്ങളിൽ കാണപ്പെടാറുള്ള കനത്ത മൺസൂൺ മേഘങ്ങളുടെ സാന്നിധ്യം ഇത്തവണ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മുൻകാലങ്ങളിലും എൽനിനോ പ്രതിഭാസം മൺസൂൺ കാറ്റിനെ ദുർബലമാക്കി മഴ കുറച്ചിട്ടുണ്ട്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മലബാർ മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. കോഴിക്കോട്, ഫറോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. ഇതുവരെ ജില്ലയിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.